എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു കാലണ്ടർ ഉണ്ടാക്കാം. അതായത് ഡെസ്ക്ടോപ്പിൽ വെക്കാൻ പറ്റുന്ന, നമ്മുടെ സ്റ്റഡി ടേബിൾ മേലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കാലണ്ടറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പേപ്പറും കാർഡ്ബോർഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പഴയ ഒരു മാസ്കിൻ്റെ ബോക്സാണ്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇപ്പം മാസ്കിൻ്റെ ബോക്സ് എടുക്കുന്നത്. നമുക്കിപ്പം ഏറ്റവും ആവശ്യമുള്ള സംഭവം മാസ്ക് ആണല്ലോ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബോക്സുകൾ ബാക്കി കിടക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിനെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ പേപ്പർ ചുറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു യെല്ലോ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ 3ആയിട്ട് മടക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ, ഞാനിത് വേറെ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന പേപ്പറൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അളവ് പറയാത്തത്. അപ്പോൾ ഈ ഒരു യെല്ലോ പേപ്പർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ 3 എണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ പേപ്പറിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കണം. പിന്നെ താഴെ ഭാഗവും ഒന്ന് മടക്കണം. അപ്പോൾ നമ്മളൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതേപോലെയാണ് മടക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതാ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പേര് എഴുതി കൊടുക്കാം. അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ ദിവസമാണ് എഴുതുന്നത്, ഒരെണ്ണത്തിൽ ഡേറ്റ് ആണ് എഴുതുന്നത്, ഒരെണ്ണത്തിൽ മന്ത് ആണ് എഴുതുന്നത്. അപ്പം ഡേ, ഡേറ്റ്, മന്ത് എന്നിങ്ങനെ എഴുതി കൊടുക്കാം. ഇനി 2021 എന്നുള്ള ഒരു പ്രിൻറ്റഡ് പീസാണ്. ഇത് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങളടുത്ത് എഴുതിയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ പേപ്പർ തന്നെ അവിടെ യെല്ലോ പേപ്പർ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ 2021 എഴുതാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റുകളും മന്ത് അതൊക്കെയാണ് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കുറച്ച് പേപ്പർ സ്ട്രിപ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ 1 മുതൽ 31 വരെയും, അതുപോലെ മന്തിന് വേണ്ടിയിട്ട് ജാൻ, ഫെബ് അങ്ങനെയും, പിന്നെ ഡേക്ക് വേണ്ടിയിട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെയാണ് പേപ്പറിൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലണ്ടറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ഒരു സ്റ്റിക്കറാണിത്. അപ്പോൾ ഇത് മാത്രം ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യത്തിനൊക്കെ ടേബിളിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കാലണ്ടറാണിത്. അപ്പം ഇതുപോലെ 3 സെക്ഷൻസ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഡേ എന്നുള്ള അവിടെ മൺഡേ, ട്യൂസ്ഡേ അത് വയ്ക്കുക. ഡേറ്റിൻ്റെ ആ ഒരു കോളത്തിൽ നമുക്ക് 1, 2, 3 അത് വയ്ക്കാം. പിന്നെ മന്തിൻ്റെ അതിൽ നമുക്ക് ജാൻ, ഫെബ് അങ്ങനെ വയ്ക്കാം. ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ജാനുവരി മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതെടുത്തിട്ട് പിറകിലേക്ക് മാറ്റി വെച്ചാൽ മതി. അതുപോലെ ജാനുവരി 1 കഴിഞ്ഞ് ജാനുവരി 2 ആകുമ്പോൾ നമുക്ക് ആ 1 എടുത്തിട്ട് ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 കിട്ടും. അപ്പം അങ്ങനെ നമ്മുടെ കാലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.